ബംഗാളിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ വാഹനവ്യൂഹം ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി.ജെ.പി. കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. ആരോപിച്ചു. പശ്ചിമ മേദിനിപൂർ ജില്ലയിൽ വെച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന് നേരെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി വീണ്ടും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ബംഗാളിൽ ഒരു ക്രമസമാധാനം തകർന്നത് തന്നെ പറയാം. ഈ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ വാഹനവ്യൂഹമാണ് ആക്രമിച്ചത്. എന്നിട്ട് പോലും പോലീസ് ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. അവിടെ പോലീസിന് എന്താണ് പണി? അശ്വതി, കേരളത്തിനൊപ്പം അടുത്ത മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വലിയ പരാജയ ഭീതിയിലേക്ക് മമതാ സർക്കാരും തൃണമൂൽ കോൺഗ്രസും പോയി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ബി.ജെ.പി. മുൻപോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ പരാജയ ഭീതിയിൽ നിന്നാണ് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നീക്കം. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജി സർക്കാരും ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ബി.ജെ.പി. നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുവേന്ദു അധികാരിയുടെ വാഹന വ്യൂഹത്തിന് നേരെ പശ്ചിമ മെദിനിപൂർ ജില്ലയിൽ വെച്ച് വലിയ അക്രമം ഉണ്ടായിട്ടുള്ളത്. വലിയ കൂട്ടം ആളുകൾ മാരകായുധങ്ങളുമായി പ്രതിപക്ഷ നേതാവിൻ്റെ വാഹന വ്യൂഹം ആക്രമിക്കുകയായിരുന്നു. അവിടെ പോലീസ് നിഷ്ക്രിയമായി നോക്കിയിരുന്നു. അക്രമം നടന്നതിന് ശേഷവും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. സുവേന്ദു അധികാരി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷ നേതാവിന് നേരെ അക്രമം ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് മമതാ സർക്കാർ ചെയ്തിട്ടുള്ളത്. പോലീസ് എഫ്ഐആർ സ്വീകരിച്ച് നടപടിയെടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ബി.ജെ.പി. പ്രതിഷേധം ശക്തമാക്കുന്നത്. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇന്ന് ബി.ജെ.പിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ബി.ജെ.പി. അറിയിച്ചിട്ടുള്ളത്. അശ്വതി, തീർച്ചയായും ജിഷ്ണു, തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ഈ മമതാ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയുമില്ല. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വാഹന വ്യൂഹമാണ്, സുവേന്ദു അധികാരിയുടെ വാഹന വ്യൂഹമാണ് ആക്രമിച്ചത്. അതിൽ ഇതുവരെയും ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി.ജെ.പി. ജിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.